മിന്നൽ മുരളിക്ക് രണ്ടാം ഭാഗം വരുന്നു. തിയേറ്ററുകളിൽ പ്രദർശനം നടത്തിവരുന്ന 5 സിനിമകളുടെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട്. ലാലേട്ടൻ തരുൺമൂർത്തി ചിത്രത്തിന്റെ വമ്പൻ അപ്ഡേറ്റ്. ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ എന്ന ചിത്രം റിലീസിനെത്തി 20 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 36 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 81 കോടി 20 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഹോളിവുഡിൽ നിന്നും കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ അവതാറിന്റെ മൂന്നാം ഭാഗമായ ഫയർ ആൻഡ് ആഷ് എന്ന ചിത്രത്തിന്റെ ആദ്യ 5 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 5 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 5 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 3500 കോടി രൂപയുമാണ് അവതാർ 3 ഇതിനോടകം സ്വന്തമാക്കിയിട്ടുള്ളത്. ബോളിവുഡിൽ നിന്നും രൺവീർ സിംഗ് നായകനായിട്ട് എത്തിയ ദുരന്തർ എന്ന ചിത്രത്തിന്റെ 19 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 19 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 4 കോടി 65 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 935 കോടി രൂപയും ദുരന്തർ എന്ന ഈ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ഒരു വീക്കെൻഡോട് കൂടി തന്നെ ചിത്രം 1000 കോടി കളക്ഷനിലേക്കും എത്തപ്പെടും. ധനഞ്ജയ് ശങ്കറിന്റെ സംവിധാനത്തിൽ ദിലീപ്, ലാലേട്ടൻ, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ബബ്ബബ്ബ എന്ന ചിത്രത്തിന്റെ ആദ്യ 7 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 7 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 20 കോടി 50 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 41 കോടി 20 ലക്ഷം രൂപയുമാണ് ബബ്ബബ്ബയ്ക്ക് ഇതുവരെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് വന്നെങ്കിൽ പോലും അത്യാവശ്യം മികച്ചൊരു കളക്ഷനാണ് സിനിമയ്ക്ക് നിലവിൽ ലഭിച്ചു വരുന്നതും. ഈ ഒരു വീക്കെൻഡോടുകൂടി ബബ്ബബ്ബ 50 കോടി കളക്ഷനിലേക്കും എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിവിൻ പോളിയെ നായകനാക്കി അഖിൽ സത്യൻ സംവിധാനം ചെയ്ത് നാളെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സർവമായ എന്ന ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്നും മാത്രം 70 ലക്ഷം രൂപയും വേൾഡ് വൈഡായി 1 കോടി 20 ലക്ഷം രൂപയോളവുമാണ് സർവമായയ്ക്ക് പ്രീസെയിൽ കളക്ഷനിലൂടെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. ലാലേട്ടനെ നായകനാക്കി നന്ദകിഷോർ സംവിധാനം ചെയ്ത ഒരു തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ ഋഷഭ. ഒരു പീരീഡ് ആക്ഷൻ വാർ മൂവിയായി തയ്യാറായിരിക്കുന്ന ഈ ചിത്രം നാളെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഋഷഭയുടെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന് കേരളത്തിൽ നിന്നും മാത്രം 15 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 22 ലക്ഷം രൂപയും ഓവർസീസിൽ നിന്നും 19 ലക്ഷം രൂപയും വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷനായി ഇതുവരെ 54 ലക്ഷം രൂപയോളം മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരു ബിലോ ആവറേജ് പ്രീസെയിൽ ആണ് ഋഷഭ എന്ന ഈ ചിത്രത്തിന് ഇതുവരെ നടന്നിട്ടുള്ളതും. ഇനി ബോക്സ് ഓഫീസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരണമെങ്കിൽ സിനിമയ്ക്ക് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കേണ്ടതായിട്ടുമുണ്ട്. സൂര്യ നായകനാക്കി RJ ബാലാജി സംവിധാനം ചെയ്തു വരുന്ന ഒരു കൊമേഴ്സ്യൽ എന്റർടൈൻമെന്റ് സിനിമയാണല്ലോ കറുപ്പ്. സൂര്യക്കൊപ്പം തൃഷ, സ്വാസിക, ഇന്ദ്രൻസ്, യോഗി ബാബു തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന കറുപ്പിന്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് മൂവി ടീം ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ചിത്രത്തിന്റെ അവസാനഘട്ട പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്നു. ഉടൻ തന്നെ റിലീസ് തീയതിയും മറ്റ് അപ്ഡേറ്റുകളും പുറത്തു വരുമെന്നുമാണ് മൂവി ടീം പുറത്തുവിട്ടിട്ടുള്ള ഈ ഒരു അപ്ഡേറ്റിൽ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, വരുന്ന ജനുവരി 14-ാം തീയതി പൊങ്കൽ ദിനത്തിൽ കറുപ്പിന്റെ റിലീസ് തീയതി പ്രഖ്യാപനം ഉണ്ടാവുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. വിജേഷ് പാണത്തൂർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു ഹൊറർ കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ് പ്രകമ്പനം. ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വരുന്ന ജനുവരി 23-ാം തീയതി പ്രകമ്പനം തിയേറ്ററുകളിലേക്ക് എത്തും. ദളപതി വിജയ് ചിത്രം ജനനായകന്റെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ വരുന്ന ഡിസംബർ 27-ാം തീയതി മലേഷ്യയിൽ വെച്ച് നടത്തപ്പെടുമെന്ന് മൂവി ടീം തന്നെ ഒഫീഷ്യലായി കൺഫേം ചെയ്തിരുന്നു. ഇന്നിപ്പോൾ മലേഷ്യൻ ഗവൺമെന്റ് ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ചില നടപടികൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതായത്, ജനനായകന്റെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനിൽ വിജയ് സംസാരിക്കുമ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാവൂ. TVK എന്ന പാർട്ടിയെ പറ്റിയോ രാഷ്ട്രീയപരമായ സംസാരങ്ങളോ ഒന്നും തന്നെ വിജയ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഒരു ഇവന്റിൽ പങ്കെടുക്കാൻ വരുന്നവർ TVKയുടെ ടീഷർട്ട്, ഫ്ളാഗുകൾ മുതലായവ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും പ്രോഗ്രാം കാണാനുള്ള അവസരം നൽകില്ലെന്നും മലേഷ്യൻ ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടും അത് നന്നായി എന്നാണ് നമ്മുടെ അഭിപ്രായം. സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ നടക്കുന്നതാണ് നല്ലത്. ഇനി ജനനായകന്റെ റിലീസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ജനുവരി 8-ാം തീയതി ജനനായകൻ റിലീസിനെത്താൻ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിപ്പോൾ കൺഫേം ചെയ്യുന്ന തരത്തിൽ ജനനായകൻ വിദേശ രാജ്യങ്ങളിൽ റിലീസിനെത്തിക്കുന്ന ഫാർസ് ഫിലിംസ് ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ തമിഴ്നാട് ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ജനുവരി 9-ാം തീയതി രാവിലെ 4 മണിക്ക് ചിത്രത്തിന്റെ ആദ്യ ഷോ ആരംഭിക്കുമ്പോൾ ഇന്ത്യക്ക് പുറത്ത് ജനുവരി 8-ാം തീയതി രാത്രി 9 മണി മുതൽ തന്നെ ആദ്യ ഷോയുടെ പ്രദർശനം ആരംഭിക്കും. അതേസമയം തമിഴ്നാട്ടിൽ ജനുവരി 9-ാം തീയതി രാവിലെ 9 മണിക്കാണ് ജനനായകന്റെ ആദ്യ ഷോയുടെ പ്രദർശനം ആരംഭിക്കുക. അല്ലു അർജുനെ നായകനാക്കി അറ്റ്ലി സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ AA22. നിലവിൽ ഷൂട്ടിംഗ് വർക്കുകൾ നടന്നു വരുന്ന AA22 എന്ന ചിത്രത്തിൽ ദീപിക പദുകോണിനൊപ്പം മൃണാൾ താക്കൂറും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ മൂവി ടീം കൺഫേം ചെയ്തിരുന്ന കാര്യമാണ്. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്തെന്നാൽ ചിത്രത്തിൽ നായിക വേഷം കൈകാര്യം ചെയ്യുന്നത് ദീപിക പദുകോൺ തന്നെയാണെന്നും അതേസമയം മൃണാൾ താക്കൂർ അല്ലു അർജുന്റെ സഹോദരിയായിട്ടാവും ചിത്രത്തിൽ എത്തുകയെന്നുമാണ്. ഏകദേശം 800 കോടി രൂപ മുതൽ മുടക്കിൽ സൺ പിക്ചേഴ്സ് നിർമ്മിച്ച് 2 ഭാഗങ്ങളായി വരാനിരിക്കുന്ന AA22ന്റെ ആദ്യ ഭാഗം 2026-ന്റെ അവസാന ഘട്ടത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തും.
A22 എന്ന സിനിമയ്ക്ക് ശേഷം അല്ലു അർജുൻ അടുത്തതായി അഭിനയിക്കുക ലോകേഷ് കനകരാജിന്റെ സിനിമയിലായിരിക്കുമെന്ന തരത്തിൽ റൂമറുകൾ പുറത്തു വന്നിരുന്നു. ഇന്ന് ആ ഒരു റൂമറുകൾ സത്യമാവുന്ന തരത്തിൽ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നുണ്ട്. അതായത് സംവിധായകൻ ലോകേഷ് കനകരാജ് ഇന്ന് A22 ലൊക്കേഷനിലെത്തി അല്ലുവുമായി നേരിട്ട് ചർച്ചകൾ നടത്തിയിരിക്കുന്നു എന്ന തരത്തിലുള്ള വീഡിയോസ് ആണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ലോകേഷ് അടുത്തതായി സംവിധാനം ചെയ്യുന്നത് അല്ലു അർജുന്റെ സിനിമയാണെന്നുള്ള കാര്യം ഏകദേശം കൺഫേം ആയി വരുന്നു. ജനപ്രിയ നായകൻ ദിലീപിനെ വില്ലൻ ക്യാരക്ടറിൽ ഡിസൈൻ ചെയ്ത ഒരു സ്ക്രിപ്റ്റ് മുരളി ഗോപിയുടെ കൈകളിൽ ഉണ്ടെന്നും ദിലീപ് ഓക്കെ പറയുകയാണെങ്കിൽ അത് സിനിമയാവുമെന്നുമുള്ള കാര്യം ദിലീപ് തന്നെ തങ്കമണി എന്ന സിനിമയുടെ പ്രൊമോഷൻ ടൈമിൽ തുറന്നു പറഞ്ഞിരുന്നതാണ്. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്തെന്നാൽ ദിലീപ് മുരളി ഗോപിയോട് ഈ ഒരു സിനിമയ്ക്കായി ഓക്കെ പറഞ്ഞെന്നും ഈ വർഷം തന്നെ ഈ സിനിമയുടെ വർക്കുകൾ ആരംഭിക്കുമെന്നുമാണ്. മാത്രമല്ല രാമലീല, ബാന്ദ്ര പോലുള്ള സിനിമകൾ സംവിധാനം ചെയ്ത അരുൺ ഗോപിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നതെന്നും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. SS രാജമൗലിയുടെ സംവിധാനത്തിൽ മഹേഷ് ബാബു, പൃഥ്വിരാജ് സുകുമാരൻ, പ്രിയങ്ക ചോപ്ര തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഒരു എപ്പിക് ഫാന്റസി അഡ്വഞ്ചർ പാൻ ഇന്ത്യൻ സിനിമയാണ് വാരണാസി. ചിത്രത്തിൽ മഹേഷ് ബാബുവിന്റെ അച്ഛൻ കഥാപാത്രമായിട്ട് പ്രകാശ് രാജ് എത്തുന്നു എന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ പ്രകാശ് രാജ് ചിത്രത്തിൽ അഭിനയിച്ചെന്നും തന്റെ വാരണാസിയിലെ ചിത്രീകരണം മനോഹരമായി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ഒരു എക്സ്പോസ്റ്റിലൂടെ പ്രകാശ് രാജ് തന്നെ അറിയിച്ചിട്ടുണ്ട്. SS രാജമൗലിയുടെ തന്നെ സംവിധാനത്തിൽ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി 55 കോടി രൂപയോളം കളക്ഷൻ നേടിയ ഒരു റീ റിലീസ് ചിത്രമാണല്ലോ ബാഹുബലി ദ എപ്പിക്. പലരും ഈ ചിത്രം OTT റിലീസ് ചെയ്യുമോ എന്ന് കമന്റ് മുഖേന നിരവധി തവണ ചോദിക്കുകയുണ്ടായി. എന്തായാലും ബാഹുബലി ദ എപ്പിക് OTT റിലീസിലേക്ക് കടക്കുന്നു. നാളെ മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം OTT സ്ട്രീമിംഗ് ആരംഭിക്കും. മമ്മൂക്കയും ലാലേട്ടനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്തു വരുന്ന പാട്രിയറ്റ് എന്ന ചിത്രം വരുന്ന വിഷു റിലീസായിട്ടാകും തിയേറ്ററുകളിലേക്ക് എത്തുകയെന്ന് വാർത്തകൾ വന്നിരുന്നു. ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രകാരം പാട്രിയറ്റിന്റെ തിയേറ്റർ സ്റ്റാർട്ടിംഗ് വർക്കുകൾ മൂവി ടീം ആരംഭിച്ചു കഴിഞ്ഞു. മാത്രവുമല്ല വരുന്ന ഏപ്രിൽ മാസം 15-ാം തീയതിയാവും സിനിമ റിലീസിന് എത്തുകയെന്നും തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനിടയിൽ പാട്രിയറ്റിന്റെ ചിത്രീകരണത്തിൽ ഓൾറെഡി ലാലേട്ടന്റെ ഭാഗങ്ങളെല്ലാം തന്നെ മൂവി ടീം പൂർത്തീകരിച്ചിരുന്നതാണ്. ഇപ്പോൾ അതിന് പിന്നാലെ മമ്മൂക്കയുടെയും ഷൂട്ട് ഈ ആഴ്ചയോടുകൂടി പൂർത്തിയാവുകയാണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്ന് വരുന്ന ജനുവരി 15 മുതൽ അടൂർ ഗോപാലകൃഷ്ണന്റെ ഏറ്റവും പുതിയ ചിത്രത്തിലാവും മമ്മൂക്ക ജോയിൻ ചെയ്യുക. ഏകദേശം 21 ദിവസത്തെ ഡേറ്റ് ആണ് അടൂർ ചിത്രത്തിനായി മമ്മൂക്ക നൽകിയിട്ടുള്ളത്. തുടർന്ന് ഈ വർഷം തന്നെ ഫാലിമി സിനിമയുടെ സംവിധായകനായ നിതീഷ് രവി ചിത്രത്തിലും ധനുഷിന്റെ 52ാമത്തെ ചിത്രത്തിലും ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ചിത്രത്തിലുമാവും മമ്മൂക്ക ഈ വർഷം ഇനി അഭിനയിക്കുക. ടൊവിനോ തോമസിനെ നായകനാക്കി ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത് 2021 പുറത്തു വന്ന ഒരു സൂപ്പർ ഹീറോ സിനിമയാണ് മിന്നൽ മുരളി. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന് വേണ്ടി സോഫിയ പോൾ നിർമ്മിച്ച മിന്നൽ മുരളിക്ക് 2ാം ഭാഗം വരുന്നു എന്ന് ഏറെ നാളുകളായി കേൾക്കുന്ന ഒരു വാർത്തയാണ്. ഇന്നിപ്പോൾ മിന്നൽ മുരളി റിലീസിനെത്തി 4 വർഷം തികയുന്ന സാഹചര്യത്തിൽ മിന്നൽ മുരളിക്ക് 2ാം ഭാഗം വരുമോ എന്ന ചോദ്യത്തിന് ടൊവിനോ തോമസ് നൽകിയ മറുപടി എന്തെന്നാൽ ബേസിലും താനും ഇപ്പോൾ നല്ല തിരക്കിലാണ് ഉള്ളത്. മാത്രവുമല്ല അധികം ഫോഴ്സ് ചെയ്യാതെ കുറച്ച് സമയമെടുത്താലും നന്നായി ചെയ്യേണ്ട സിനിമയാണ് മിന്നൽ മുരളിയുടെ 2ാം ഭാഗമെന്നും അതിനാൽ തന്നെ ഈ തിരക്കുകളെല്ലാം ഒഴിഞ്ഞ ശേഷം മിന്നൽ മുരളി 2 വേണ്ടി മാത്രം സമയം ഞങ്ങൾ കണ്ടെത്തുമെന്നാണ് ടൊവിനോ തോമസ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഉടൻ മിന്നൽ മുരളിക്ക് 2ാം ഭാഗം വന്നില്ലെങ്കിൽ കൂടി ഇങ്ങനൊരു സിനിമ വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. ലാലേട്ടനെ നായകനാക്കി തരുമൂർത്തി സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ L365. നിലവിൽ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന ഈ മോഹൻലാൽ ചിത്രത്തിന്റെ ആദ്യഘട്ട ചിത്രീകരണം വരുന്ന ജനുവരി മാസം 20-ാം തീയതി തൊടുപുഴയിലെ മുതലക്കോടം എന്ന സ്ഥലത്ത് വെച്ച് ആരംഭിക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിനായിട്ടുള്ള സിനിമയുടെ സെറ്റ് വർക്കുകളുടെ ജോലികൾ നിലവിൽ മൂവി ടീം ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ വരുന്ന ഫെബ്രുവരി മാസത്തിൽ മാത്രമാവും ലാലേട്ടൻ ഈ ചിത്രത്തിന്റെ ഷൂട്ടിൽ ജോയിൻ ചെയ്യുക. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ തന്നെ നിർമ്മിക്കുന്ന L365 കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.